ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് NMDC ലിമിറ്റഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ട്സൈറ്റിലാണ്. അപ്പോൾ NMDCയുടെ ഒരു പുതിയൊരു വിജ്ഞാപനമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ NMDC എന്ന് പറഞ്ഞാൽ നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് NMDC എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതിൽ ഏകദേശം 200ഓളം പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 200ഓളം പോസ്റ്റുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. 8ാം ക്ലാസ് മുതൽ ITI, ഡിപ്ലോമ, അതുപോലെ BSc തുടങ്ങിയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്ക് വരെ ഇതിൽ ജോലി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 200ഓളം പോസ്റ്റുകൾ ഇതിലുണ്ട്. എങ്ങനെയാണ് അത് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ ഒരു ജോലി താല്പര്യമുണ്ടെങ്കിൽ ഇത് സ്ഥിരം നിയമനമാണ്. ഇതിലൊരു നിശ്ചിത ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ട്രെയിനിങ് പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സ്ഥിരം ജോലിയായിട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു NMDCയുടെ ഈ ഒരു വിജ്ഞാപനം. ഇതിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ ഇവരുടെ ഈ ഒരു 3 ലൈൻ നിങ്ങൾക്ക് കാണാം. ഇത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവരുടെ കരിയർ എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം കരിയർ. ഇതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അവർ ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ ഒരു വിജ്ഞാപനം ഇവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നമ്പർ, പോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോർ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ഹിയർ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് NMDCയുടെ ഒഫീഷ്യലായിട്ടുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് NMDC എന്നതൊക്കെ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ മൈനിങ്ങും അതുപോലെ മിനറൽ എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ദെൻ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർത്തും ഓൺലൈനായിട്ടാണ് നമ്മളിത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. നെയിം ഓഫ് ദ പോസ്റ്റ്, അതുപോലെ നമ്പർ ഓഫ് വാക്കൻസീസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 3 പ്രധാന കോളങ്ങളാണ്. പിന്നെ സീരിയൽ നമ്പറുണ്ട്. അപ്പോൾ സീരിയൽ നമ്പറിൽ ഒന്നാമത്തെ നോക്കാം. ഫീൽഡ് അറ്റൻഡൻ്റ് ആണ്. ഫീൽഡ് അറ്റൻഡൻറ്റ് ട്രെയിനിയാണ്. 43 വാക്കൻസിയാണുള്ളത്. ഇതിൽ ക്വാളിഫിക്കേഷൻ വരുന്നതിൽ യാതൊരു എക്സ്പീരിയൻസും വേണ്ട എന്നുള്ളതാണ്. മിഡിൽ പാസ് അല്ലെങ്കിൽ ITI ആണ്. അപ്പം മിഡിൽ പാസ് പറഞ്ഞാൽ 8ാം ക്ലാസ് പാസ്സായവന് മുതൽ എന്ത് ചെയ്യാം, ഇത് അപേക്ഷിക്കാവുന്നതാണ്. ITI ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ITI പ്രത്യേക ട്രേഡൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ITI ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. അതുപോലെ 8ാം ക്ലാസ് പാസ്സായവർക്കും എന്ത് ചെയ്യാം, ഇത് അപേക്ഷിക്കാവുന്നതാണ്. 43 വേക്കൻസി ഉണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് ആണ്. മെക്കാനിക്കലാണ് ബ്രാഞ്ച് വരുന്നത്. 90 വേക്കൻസി ഇതിലുണ്ട്. അതായത് ഒന്നെങ്കിൽ വെൽഡിങ്, ഫിറ്റർ, മെഷീനിസ്റ്റ്, മോട്ടോർ മെക്കാനിക്ക്, ഡീസൽ മെക്കാനിക്ക്, ഓട്ടോ ഇലക്ട്രീഷ്യൻ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രേഡിൽ ITI പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 90 വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ യാതൊരു എക്സ്പീരിയൻസിൻ്റെ കാര്യവുമില്ല. മൂന്നാമതായിട്ടുള്ള പോസ്റ്റ് നമുക്ക് നോക്കാം. മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ എന്നുള്ള ബ്രാഞ്ചിലാണ്. ഇതിൽ 35 വേക്കൻസിയാണുള്ളത്. ഇലക്ട്രിക്കൽ ട്രേഡിൽ മാത്രം ITI ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ നാലാമത്തത് നോക്കാം നമുക്ക്. MCO ഗ്രേഡ് 3 ആണ്. 4 പോസ്റ്റാണുള്ളത്. 4 പോസ്റ്റിൽ എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ്, വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ മുൻഗണന ലഭിക്കുമെന്നാണ്. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയവർക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സിനും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, അത് മുൻഗണന ലഭിക്കുമെന്നുള്ളതാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ദെൻ 5ാമത്തെ പോസ്റ്റ് HEM മെക്കാനിക് ഗ്രേഡ് 3 ആണ്. ഇതിൽ 10 പോസ്റ്റാണ്, 10 ഒഴിവുകളാണുള്ളത്. ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ട് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ എന്നാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ എന്താണ് പറയുന്നുണ്ട്, വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അതായത് അത് നിർബന്ധമില്ല. അതായത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇത് മാത്രമേ ഉള്ളൂ. 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മുൻഗണന ലഭിക്കും എന്നുള്ളതാണ്. ദെൻ 6ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 3 ആണ്. 7 പോസ്റ്റ് ഉണ്ട് ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എന്താണ് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് അതോടൊപ്പം തന്നെ എന്തുപാടെ വേണം, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമ മാത്രം പോരാ. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ, അതായത് വ്യാവസായികമായിട്ടും അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ദെൻ 7ാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റർ ആണ്. ഗ്രേഡ് 2. ഇതിൽ 2 പോസ്റ്റാണുള്ളത്.
പറയുന്നത് ഒന്ന് മെട്രിക്കുലേഷൻ, അത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI വിത്ത് ബ്ലാസ്റ്റർ അല്ലെങ്കിൽ മൈനിങ് മെയ്റ്റ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എന്താണ് 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സോ അല്ലെങ്കിൽ ITIയും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റർ എന്നുള്ള എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് 3 വർഷത്തെ ബ്ലാസ്റ്റിംഗ് ഓപ്പറേഷൻ എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. ഇതിന് 8ാമത്തെ പോസ്റ്റ് നോക്കാൻ QCA ഗ്രേഡ് 3 ആണ്. 9 വേക്കൻസി അതിലുണ്ട്. BSc കെമിസ്ട്രിയോ ജിയോളജിയിലോ കെമിസ്ട്രിയിലോ BSc കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഇത് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് 1 ഇയർ എക്സ്പീരിയൻസ്, സാമ്പിളിംഗ് വർക്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനും വാക്കൻസിയും വരുന്നത്. ഇനി ഇവിടെ ഓരോ റിസർവേഷൻ കാറ്റഗറി വൈസിലായിട്ടുള്ള ആ ഒരു പോസ്റ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. SC STക്ക് എത്ര ഉണ്ട്, OBCക്ക് എത്ര ഉണ്ട്, EWC ഉണ്ട്, അത് ഓരോ ട്രേഡ് വൈസിലൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് റിസർവേഷൻ. പിന്നെ വരുന്നത് സ്റ്റൈപ്പൻഡ്. അടുത്ത കോളം നോക്കാം. സ്റ്റൈപ്പൻഡ് പേ സ്കെയിൽ മാക്സിമം ഏജ് ആണ്. എല്ലാ പോസ്റ്റിനും മാക്സിമം ഏജ് 30 വയസ്സാണ്, മിനിമം ഏജ് 18 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്, സാധാ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഫീൽഡ് അറ്റൻഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് പറഞ്ഞു സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന് എന്താണ് ഒരു ടൈം പീരീഡിൽ അവർ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് പീരീഡിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഈ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആദ്യത്തെ 12 മാസമാണ് നമ്മൾക്ക് ട്രെയിനിങ് കിട്ടുന്നതെങ്കിൽ 18,000 രൂപയും ആ 12 മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്ത 6 മാസം, അതായത് 12 മാസം കഴിഞ്ഞിട്ട് പിന്നീടുള്ള 6 മാസത്തിലേക്ക് നമ്മൾ കടന്നാൽ അത് 500 രൂപയും പാടെ കൂടി 18,500 രൂപയിലേക്ക് മാറും. അപ്പോൾ അത് അവർ പറയുന്നൊരു നിശ്ചിത ടൈമായിരിക്കും ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമനൻ്റ് ആയിട്ട് അവർ പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് പേ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 18,100 ടു 31,850 വരെയാണ്. അപ്പോൾ അത് ഓരോ പോസ്റ്റിനും എന്താണ് വ്യത്യസ്തമായി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെയും സ്റ്റൈപ്പൻറ്റും ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സ്റ്റൈപ്പൻറ്റിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. പിന്നെ ഏജ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ SC ST ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 3 വർഷവും, PWD എക്സ് സർവീസ്മെനൊക്കെ ഗവൺമെൻറ് അതിനനുസരിച്ച് ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള സാധാരണ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 10 വർഷം വരെയൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അപേക്ഷയെന്ന് ചോദിച്ചാൽ തീർത്തും ഓൺലൈൻ മോഡ് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ഓൺലൈനായിട്ട് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതാണ്. ദെൻ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ PDF ലിങ്കും നമ്മൾ അപേക്ഷിക്കേണ്ട ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ദെൻ എനിക്കിവിടെ കാണാം ഈ ലിങ്കാണ്. ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളിത് അടിച്ചു കൊടുത്താൽ മതി. www.nmdc.co.in എന്ന് പറയുന്ന ഈ ലിങ്കിൽ കയറി അവരുടെ കരിയർ എന്ന് പറയുന്ന ഈ ഒരു പേജിലാണ് നമ്മൾ അപേക്ഷ നൽകേണ്ടത്. നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്ത അതേ പേജിൽ തന്നെയാണ് ലിങ്ക് ഉണ്ടായിരിക്കുക. എന്നാൽ ഇവിടെ ലിങ്ക് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ 6/2/2022 ആണ്, അതായത് ഫെബ്രുവരി 6-ാം തീയതിയാണ്. അപ്പോൾ ലിങ്ക് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ആക്റ്റീവ് ആകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരി 10-ാം തീയതി മുതലാണ്. ഫെബ്രുവരി 10-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആവുക. അപ്പം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ മാർച്ച് 2-ാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അപേക്ഷ തുടങ്ങുന്ന തീയതി ഏതാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 10-ാം തീയതിയാണ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പ് ലൈൻ മെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും അപേക്ഷിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെയിലേക്ക് ജസ്റ്റ് മെയിൽ അയച്ചാൽ, അതായത് വർക്കിംഗ് ഡേയിൽ 10 മണിൻ്റെയും 6 മണിൻ്റെ അടുക്ക് മെയിൽ അയച്ചാൽ മതി, അവർ റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യുകയും അതോടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒരു ഫീസ് ഈടാക്കുന്നുണ്ട്. 150 രൂപയാണ് ഫീസ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയത് SC ST അതുപോലെ PWD എക്സ് സർവീസ്മാൻ ഈ ഇത്തരം കാറ്റഗറിക്ക് എന്തില്ല, ഫീസ് ഇല്ല എന്നുള്ളതാണ്. ഫീസ് അടയ്ക്കാൻ നമുക്ക് UPI, ക്രെഡിറ്റ് കാർഡ് അതുപോലെ ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓൺലൈൻ മോഡിൽ തന്നെ നമുക്ക് ഫീസും അടയ്ക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് സോഫ്റ്റ് കോപ്പീസ് ഉണ്ട്, സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിൻ്റെ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അതുപോലെ നമ്മൾ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ്, അതായത് 10ാം ക്ലാസ് SSLC സർട്ടിഫിക്കറ്റ് വേണം. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മിഡിൽ പാസ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ ഫീൽഡ് അസിസ്റ്റൻറ്റിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ മിഡിൽ പാസ് സർട്ടിഫിക്കറ്റ് വേണം, അതായത് 8ാം ക്ലാസ് പാസ് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ മറ്റ് സപ്പോർട്ടിങ് ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം, എക്സ്പീരിയൻസ്. അതുപോലെ കാസ്റ്റ്, നമ്മൾ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കാനഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം അപേക്ഷിക്കാൻ തുടങ്ങുക. അതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഏതിലൂടെയാണ് നമ്മൾ ചെയ്താൽ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അതിൻ്റെ ഒരു സൈസിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കോൾ ലെറ്റർ, അഡ്മിറ്റ് കാർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, അവർ പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ എന്ത്
ചെയ്യും, സെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അത് ചിലപ്പം പോസ്റ്റലായിട്ടായിരിക്കും, ചിലപ്പം ഇമെയിൽ ആയിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇമെയിൽ ഐ ഡി ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് റിട്ടൺ ടെസ്റ്റും ഒന്ന് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. സീരിയൽ നമ്പർ 1 ഒന്നാമത്തെ പോസ്റ്റിന്, അതായത് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീൽഡ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിനാണ് ഒന്ന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഒന്ന് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി അതല്ലാത്ത മറ്റെല്ലാ പോസ്റ്റുകളും സീരിയൽ നമ്പർ 2, 3, 4, 5, 6, 8 വരെയുള്ള ഈ പോസ്റ്റുകൾക്കൊക്കെ എന്തുണ്ടായിരിക്കും, റിട്ടൺ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റുമാണ്. കാരണം അതൊക്കെ ITI ബേസ് ചെയ്തിട്ടുള്ള, ഡിപ്ലോമ ബേസ് ചെയ്തിട്ടുള്ള മേഖല ആയതുകൊണ്ട് അതിനെന്താണ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും റിട്ടൺ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ. റിട്ടൺ ടെസ്റ്റിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കായിരിക്കും. അപ്പോൾ റിട്ടൺ ടെസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ആയാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മൾ ട്രേഡ് ടെസ്റ്റിലേക്കും അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റിലേക്കും നമ്മൾ പോവുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ആ ഒരു മുകളിൽ പറഞ്ഞ കാര്യം ഒരു ബോക്സ് ആക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. അതായത് നെയിം ഓഫ് ദ പോസ്റ്റ് ഫീൽഡ് അറ്റൻഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് ലെവൽ ടെസ്റ്റ് റിട്ടൺ ടെസ്റ്റ്, സെക്കൻഡ് ലെവൽ ടെസ്റ്റിൽ ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. ബാക്കി എല്ലാ പോസ്റ്റിനും എന്താണ് ഫസ്റ്റ് ലെവൽ റിട്ടൺ ടെസ്റ്റ് തന്നെയാണ്, സെക്കൻഡ് ലെവൽ ട്രേഡ് ടെസ്റ്റും ആണെന്നുള്ളത്. പിന്നെ അതുപോലെ റിട്ടൺ ടെസ്റ്റ് ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ ഈ ലാംഗ്വേജിലാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഫീൽഡ് അറ്റൻഡന്റ് പോസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മാർക്ക് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒന്ന് ജനറൽ നോളജ് 70 മാർക്കായിരിക്കും ജനറൽ നോളജിന്, അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് അബിലിറ്റിയിൽ 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കായിട്ടാണ് വരുന്നത്. മാർക്ക് വെയിറ്റേജ് ഇങ്ങനെയാണ്. ഇനി മറ്റെല്ലാ പോസ്റ്റുകൾക്കും ഇങ്ങനെയാണ്. പേപ്പർ 1 സബ്ജക്ട് നോളജ് ആണ് ചോദിക്കുക, അതായത് ഏത് ട്രേഡിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഏത് പോസ്റ്റിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൽ 30 മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും ക്വസ്റ്റിന്. അതുപോലെ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ജനറൽ നോളജിന് 50 മാർക്കും, പിന്നെ അതുപോലെ തന്നെ 2 പാർട്ടായിട്ടാണ് ഉണ്ടാകുക. ദെൻ പാർട്ട് 2 ജനറൽ നോളജും ന്യൂമറിക്കൽ ആൻഡ് റീസണിങ് എബിലിറ്റിയുമാണ്, അതിന് 20 മാർക്കും അങ്ങനെയായിട്ടാണ് ഉണ്ടാകുക. പിന്നെ സെക്കൻഡ് ലെവലിലേക്ക് എന്ന് പറയുന്നത് ഈ ഒരു റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെക്കൻഡ് ലെവലിലേക്ക് ടെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ മാർക്കുള്ള റിസർവേഷനാണ്. SC/ST PWD ഒക്കെ ഒരു മിനിമം മാർക്ക് നമ്മൾ നേടണം എന്നുള്ളതാണ്. അപ്പോൾ SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 40 മാർക്ക്, OBC നോൺ ക്രീമിയർ ആണെങ്കിൽ 45 മാർക്ക്, അതുപോലെ ജനറൽ EWS കാറ്റഗറിക്കാണ് 50 മാർക്കാണ് നമ്മൾ റിട്ടൺ ടെസ്റ്റിന് നമ്മൾ നേടിയെടുക്കേണ്ടത്. അങ്ങനെ നേടിയെടുത്താൽ മാത്രം, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റിലേക്കും ഇതിൻ്റേതായിട്ടുള്ള ഒരു റിസർവേഷൻ മാർക്കിൽ നമുക്കൊരു പെർസെൻറ്റേജ് വൈസ് പറയുന്നുണ്ട്. ഇവിടെ 40% ആണെങ്കിൽ അത് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ EWS കാറ്റഗറിക്ക് 37%. നമ്മൾ ട്രേഡ് ടെസ്റ്റിലാണെങ്കിലും നമ്മൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലാണെങ്കിലും നമ്മൾക്ക് ആ ഒരു നിശ്ചിതമായുള്ള സ്കോർ നമ്മൾ ലഭിക്കണം എന്നുള്ളതാണ് മിനിമം. അതിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെവലിൽ ഈ ഒരു നിശ്ചിതമായുള്ള മാർക്ക് നമ്മൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ നിന്നും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവില്ല, നമ്മളെ ആ ഒരു കാൻഡിഡേച്ചർ അത് ക്യാൻസൽ ആവും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ കൂടെ പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്ത ഇനി വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് വിത്ത് ഒറിജിനൽ ആണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിൻ്റെ വെരിഫിക്കേഷനാണ് ഇനി വരുന്നത്. അത് എപ്പോഴാണ് എന്ന് വെച്ചാൽ സെക്കൻഡ് ലെവൽ ടെസ്റ്റിന് നമ്മൾ വിളിക്കുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ലെവലിൽ നമ്മൾ കഴിഞ്ഞു, സെക്കൻഡ് ലെവലിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഫിസിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റിന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതിനാവശ്യമായിട്ടുള്ള സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പീസ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ഏജിന്, അതുപോലെ നമ്മളെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനൊക്കെ തെളിയിക്കാൻ പറ്റുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒറിജിനലും അതിൻ്റെ സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് കൊണ്ടുപോകുന്നത് വെച്ചാൽ സെക്കൻഡ് ലെവൽ ടെസ്റ്റിന് നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ ഈ സെക്കൻഡ് ലെവൽ ടെസ്റ്റിന് നമ്മളത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡ് ലെവൽ ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കുറച്ച് ജനറൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പിന്നെ ട്രാവലിംഗ് അലവൻസ് ഒരു പറയുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റും അതുപോലെ സെക്കൻഡും ഒക്കെ ഈ ഒരു കാറ്റഗറിക്ക് SC/ST PWD എക്സ് സർവീസ്മാനൊക്കെ ഈ ഒരു ട്രാവലിംഗ് അലവൻസ് അതായത് അവർ കൊടുക്കുന്നുണ്ട്. എക്സാമോ അതുപോലെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലൊക്കെ അറ്റൻഡ് ചെയ്താൽ അതിന് നിശ്ചിത കണ്ടീഷനൊക്കെ ഇവിടെ പറയുന്നുണ്ട്, എനിക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ താഴെ തന്നിരിക്കുന്ന രീതിയിലുള്ള NMDCയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അതായത് എലിജിബിൾ കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ് റിട്ടൺ ടെസ്റ്റിന് എലിജിബിൾ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് അപ്പിയർഡ് ഇൻ റിട്ടൺ ടെസ്റ്റ്, നമ്മൾ റിട്ടൺ ടെസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് അതിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അവരുടെ വെബ്സൈറ്റിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ ടെസ്റ്റിന് ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് ലെവൽ നമ്മൾ ആരൊക്കെയാണ് ക്വാളിഫൈ ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ മാർക്ക് സഹിതം അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ആരൊക്കെയാണ് പ്രൊവിഷണലി സെലക്റ്റഡ് ആയത് എന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ. അപ്പോൾ അവരുടെ ഈ ഒരു NMDCയുടെ വെബ്സൈറ്റ് നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇടവേളയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് അപേക്ഷ നൽകിയാൽ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ അപേക്ഷിക്കേണ്ടത് എന്നാണ്. ഇപ്പം ഞാനിതിൻ്റെ ഹോം പേജ് എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ NMDCയുടെ ഹോം പേജ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് ആ ലിങ്ക് കിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ഞാൻ അത് എവിടെയായിരിക്കാം ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം.
NMDC ലിമിറ്റഡിൻ്റെ ആ ഒരു ഹോം പേജാണ്. ഇതിൽ ജസ്റ്റ് നമ്മളിവിടെ കാണാം 3 ലൈന് കാണാം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കരിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മെനുവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാകുക. അതിൻ്റെ ലിങ്ക് വരികയാണെങ്കിൽ ഈ ഒരു പേജിലായിരിക്കും വന്നിട്ടുണ്ടാകുക. അവരുടെ ഈ ഒരു കരിയർ എന്ന് പറയുന്ന ഈ ഒരു പേജിലായിരിക്കാം അവരുടെ ലിങ്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് പബ്ലിഷ് ചെയ്താൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും, അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ ലിങ്ക് ലഭിക്കാത്തതുകൊണ്ട് നമുക്കതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞ് പോകുന്നില്ല, എല്ലാം കംപ്ലീറ്റ് ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ അപേക്ഷിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അത് ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർത്തും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളെ മാക്സിമം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഇതിലൊക്കെ ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.